വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. അക്ഷയ് സാർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ നമ്മുടെ 8 CBSE ബയോളജിയിലെ വളരെ 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 പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ എന്ന ചാപ്റ്ററിലെ 6 പ്രധാനപ്പെട്ട MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനാണ്, ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പോകുന്നത്. എല്ലാവരും തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാവുന്ന സെഷൻ ആയിരിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഈ MCQs ഒക്കെ എന്ത് ചെയ്യാം, പഠിച്ചു മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷയിൽ പോവുക. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Read the question very carefully. Yeast, you know yeast is unicellular fungi or fungi. Yeast is used in the production of എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A sugar, B alcohol, C hydrochloric acid and D oxygen എന്ന് കൊടുത്തിട്ടുണ്ട്. yeast എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചെങ്ങായി അല്ലേ, അദ്ദേഹം എന്തിന്റെ പ്രൊഡക്ഷൻ ആണ് സഹായിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൽക്കഹോൾ ആണ് എന്നുള്ളത്. ആൽക്കഹോളിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുക. അപ്പൊ ഈസ്റ്റ് അവിടെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് അണ്ടർഗോ ചെയ്യുക അല്ലെ. ആൽക്കഹോളിക് ഫെർമെന്റേഷന്റെ അനേറോബിക് റെസ്പിറേഷൻ ആണ് ഇടാം. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നാണ് ആ ടേം കേട്ടോ. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ അതൊരു അനേറോബിക് റെസ്പിറേഷൻ ആണ്, ഓക്സിജൻ ഇല്ലാതെ നടക്കുന്ന കാര്യം. എന്താണ് അവിടെ സംഭവിക്കുക? ഷുഗറിനെ എന്താക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുക? ഷുഗറിനെ ആൽക്കഹോൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? ആൽക്കഹോളും. പിന്നെ എന്തുണ്ടാവും? CO2 ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഈസ്റ്റ്. മനസ്സിലായല്ലോ. അപ്പൊ ഈസ്റ്റിന് ഇവിടെ അനയറോബിക റെസ്പിറേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. മനസ്സിലായല്ലോ. ഇത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നുകൂടി ഇതിനെ നമ്മൾ പറയാറുണ്ട്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഫോളോവിങ് ഈസ് എൻ ആന്റിബയോട്ടിക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റിബയോട്ടിക്കുകൾ ഏത്? ഓപ്ഷൻ എ സോഡിയം ബൈകാർബോണേറ്റ്, ബി സ്ട്രെപ്റ്റോമൈസിൻ, സി ആൽക്കഹോള് ആൻഡ് ഡി ഈസ്റ്റ്. അപ്പൊ ഇതിൽ ആന്റിബയോട്ടിക് ഏത് എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ നമുക്കറിയാം ആന്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളാണ്, മെഡിസിൻസ് ആണ് അല്ലെ, ഔഷധങ്ങളാണ്. അപ്പൊ ഇത് എവിടുന്ന ഉണ്ടാക്കിയെടുക്കുക? അത് ഉണ്ടാക്കിയെടുക്കുന്നത് മൈക്രോബ്സ് എന്നാണ്. എവിടുന്ന ഉണ്ടാക്കിയെടുക്കുക? മൈക്രോബ്സ് എന്നാണ് ഉണ്ടാക്കിയെടുക്കുക ഈ മെഡിസിൻ. ഇത് ആർക്കെതിരെയാ ഉപയോഗിക്കുക? അതും മൈക്രോബ്സിനെതിരെയാണ്. മനസ്സിലായല്ലോ. അപ്പൊ മൈക്രോബ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും മൈക്രോബുകൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായ മരുന്നുകളെയാണ് ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഈ മൈക്രോബിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായും ഫംഗസിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നുമാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആർക്കെതിരെ ഉപയോഗിക്കും? മൈക്രോബുകൾക്കെതിരെ, അതായത് ബാക്ടീരിയൽ ഡിസീസിനെതിരെ നമ്മൾ ഇത് എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്, ആന്റിബയോട്ടിക്കുകൾ. മനസ്സിലായല്ലോ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വളരെ അനായാസം നമുക്ക് പറയാൻ പറ്റണം, സ്ട്രെപ്റ്റോമൈസിൻ ആണ് ആന്റിബയോട്ടിക്. സോഡിയം ബൈകാർബണേറ്റ് ആണോ? അല്ല. ആൽക്കഹോൾ ആണോ? അല്ല. ഈസ്റ്റ് ആണോ? അല്ല. ആന്റിബയോട്ടിക് ഏതാ? സ്ട്രെപ്റ്റോമൈസിൻ. ആദ്യം കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് പെനിസിലിൻ ആണ് അല്ലെ, ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, കരിയർ ഓഫ് മലേറിയ കോസിംഗ് പ്രോട്ടോസോവൻ. മലേറിയ ഉണ്ടാക്കുന്നത് പ്രോട്ടോസോവയാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും ആ കാര്യത്തിൽ തർക്കമില്ല. ഏത് പ്രോട്ടോസോവയാണെന്ന് ചോദിച്ചാൽ ജനറൽ ഇത് നമുക്ക് പറയാം, പ്ലാസ്മോഡിയം എന്ന് നമുക്ക് പറയാം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവൻ ആണ് മലേറിയ ഉണ്ടാക്കുക. ചോദ്യം അതല്ല, കരിയർ ആരാണ് എന്നാണ് ചോദ്യം. ഈ മലേറിയ ഉണ്ടാക്കുന്ന രോഗകാരികളെ വഹിച്ചു കൊണ്ടുപോകുന്ന വെക്ടർ അഥവാ കരിയർ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, ബി കോക്രോച്ച്, സി ഹൗസ് ഫ്ലൈ ആൻഡ് ഡി ബട്ടർഫ്ലൈ. അപ്പൊ ഇവിടെ കൊതുക് കടിച്ച് തന്നെയാണ് മലമ്പനി ഉണ്ടാവുക, മലേറിയ. മൊസ്കിറ്റോ ആണെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഈ ഓപ്ഷനിലേക്ക് എത്താം. എന്നാലും നമ്മൾ കൃത്യമായി പറയണം, ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ്. അനോഫിലസ് പെൺ കൊതുകുകളാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാക്കുക?
യഥാർത്ഥത്തിൽ മലേറിയ ഉണ്ടാക്കുക? അനോഫിലസ് പെൺകൊതുകുകൾ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. മനസ്സിലായില്ലേ? റെഡിയല്ലേ? അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ കാരിയർ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികളുടെ സാധാരണ രീതിയിലുള്ള പൊതുവായിട്ടുള്ള വാഹകർ കാരിയർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആൻഡ് ഉറുമ്പുകൾ, ബി ഈച്ച ഹൗസ് ഫ്ലൈ, ആൻഡ് സി ഡ്രാഗൺ ഫ്ലൈ, നമ്മളെ കണിയാൻ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഡ്രാഗൺ ഫ്ലൈ, ആൻഡ് ഡി സ്പൈഡർ ചിലന്തി. ഇത് വളരെ ഈസി ആയിട്ട് LKG പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചാൽ കുഞ്ഞ് പറഞ്ഞു തരും. ഹൗസ് ഫ്ലൈ ആണ് ആൻസർ. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായല്ലോ? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹിയർ ഈസ് യുവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ ബ്രെഡ് ഓർ ഇഡ്ലി ഡൗ റൈസസ് ബിക്കോസ് ഓഫ്, അതായത് നമ്മുടെ ബ്രെഡും ഇഡ്ലിയുടെ മാവ്, ഡൗ എന്ന് വെച്ചാൽ മാവ്, അത് ഉയരും. അതിന് കാരണം എന്ത്? എ ഹീറ്റ്, ബി ഗ്രൈൻഡിങ്, സി ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് സെല്ല്, ആൻഡ് ഡി നീഡിങ്. അതായത് നമ്മളെ കുഴക്കുന്ന പ്രോസസ്സിനാണ് നീഡിങ് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഇതിൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കും. ഈ ദോശമാവിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈസ്റ്റ് അവിടെ അനൈറോബിക് റെസ്പിറേഷൻ അണ്ടർഗോയും, അത് വളരും. അത് തന്നെയാണ് ഇതിന് കാരണവും. മനസ്സിലായ? അവിടെ CO2 പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ CO2 അതിനകത്ത് ട്രാപ്പ് ചെയ്ത് ഇതിന്റെ വോളിയം ട്വൈസ് ത്രൈസിലേക്കൊക്കെ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. ഓക്കെ, റെഡി? അപ്പൊ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് സെൽ, അപ്പൊ ഗ്രോത്ത് ഒരുപാട് ഈസ്റ്റ് സെല്ലുകൾ ഉണ്ടായി. ഈസ്റ്റ് സെല്ലുകൾ എല്ലാം തന്നെ അനൈറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യും. പറഞ്ഞിരിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ടു ആൽക്കഹോൾ. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോസസ്സ്, നമ്മൾ ഈസ്റ്റ് നേരത്തെ അണ്ടർഗോ ചെയ്ത പ്രോസസ്സ് ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റേഷൻ, നൈട്രജൻ ഫിക്സേഷൻ അല്ല, മോൾഡിംഗ് അല്ല, ഇൻഫെക്ഷൻ അല്ല, ഇറ്റ് ഈസ് ഫെർമെന്റേഷൻ. സോ നമ്മൾ 6 MCQ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ നിസ്സാരം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്ത് ചെയ്താൽ മതി? ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ സേഫ്.